ആ എനർജിയാണ് സാറേ ഇതിന്റെ മെയിൻ. 16 വയസ്സ് കഴിയുന്നതിനുള്ളിൽ 500ഓളം സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുക, വിദേശത്ത് പരിപാടികൾ ചെയ്യുക. വെറും ഒരു മാസം കൊണ്ട് 200ഓളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് 60,000-ലേക്ക് എത്തിക്കുക. പാരാകെ പകലിരപഴമെഴുതിരിയുടെ തിരയലകളിൽ ഒഴുകണ കൂരാകെ പല വഴികളിൽ ഇടവകകളിലൂടെ ചിരിയത് പകരണു ഒന്നാകെ. ഞാൻ ഇഷാമിന്റെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ എനിക്ക് അഴകിയലയില് ഭയങ്കര ഇഷ്ടമായി. അത് കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. സൂര്യൻ നിലവ ആണതുങ്കേ എൻ മനമിன்று പോണതുങ്കേ മന്മദനെ ഉണ്ടതിയിങ്കേ അന്തപുരത്ത് മകരാണി ഓ ഓ അന്തപുരത്ത് മകരാണി. ഇഷാമിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ ഇഷാമിന്റെ ചിരി അടിപൊളിയാണ്, എനർജി അടിപൊളിയാണ്, ആരാധകരൊക്കെ ഒരുപാടില്ലേ. ഇപ്പോ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോകുമ്പോ അവിടെ പോയി ചായ അടിച്ചാൽ കയറുകയാണെങ്കിൽ ആ കടയിൽ എന്താ ഇഷാമല്ലേ പാട്ട് പാടുന്നേ, അതൊക്കെ ചോദിക്കുമ്പോ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. വലിയ സെലിബ്രിറ്റി ആണല്ലോ അങ്ങനെ കയറണ്ട്, അതൊക്കെ കേൾക്കുമ്പോ ശരിയായില്ലേ ശരിക്കും. ഏത് ഫോണിലാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്? കുറെ പേര് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പൊ കാണിച്ചിട്ട് ഏതാണ് ഈ ഫോൺ? ഐഫോൺ ആണോ? ഇതിലാണ് ഈ അഭ്യാസം മുഴുവൻ നടക്കുന്നത്. നാട പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാട നങ്ങലിട നാട കൊച്ചുണ്ണിട നാട പറങ്കിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചോരമണ്ണടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ലോകം ഇഷാം എന്തായാലും കീഴടക്കും. അപ്സൈഡോടൊരു ദുനിയ അത് മുങ്ങി നടക്കണ പഹയാ, ഇത് കടൽ കടന്നൊരു വിളിയാ എടമലയാളി. ഇഷാമിന്റെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും കിട്ടിയേക്കുന്ന ഭാഗ്യമാണ് ഹിഷാം. USA UK മലേഷ്യ എന്തിന് ചന്ദ്രനിൽ പോലും ഉണ്ടടാ എടമലയാളി ഫ്രം ഇന്ത്യ. ആകെ ഒരു ഇഷാമുണ്ട്, കുറെ ആരാധകരുണ്ട്, എല്ലാവർക്കും നമ്മുടെ ചിരി മാത്രമുള്ളൂ അല്ലേ. പാടാനി ചിലത് പൂതി കൊണ്ട് ഗസലായത് പോലൊരു കാലാണേ, ഉപ്പാന്റെ ഒപ്പം അന്ന് കണ്ട് നിക്കാഹിന്റെ അന്ന് നിന്നെ കുഞ്ചിമറിന്നെ രാവിൽ മുഞ്ചിരി കന്നെ എട്ടണ മീൻ്റെ ചുറ്റണ പോലെ ഒരു പുഞ്ചിരി തന്നേ, അത്ര കുപ്പിയിൽ ഇത്തിരി വെച്ചൊരു തട്ടണം ഇത്തിയിൽ ഇട്ട് നിന്നൊരു തട്ടാണ് മുത്താണ് അരികില്ലെന്നൊരു കഥ. ക്ലാസ് വെച്ചിട്ടേ പാടുള്ളൂ അല്ലേ. ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്, അധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കട്ടും മുഴങ്ങിടും പാട്ട്. ഏതൊരു വേദിയിൽ പറയുണ്ടായി ഡബ്സിയുടെയും വേടന്റെ ഒക്കെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യണം. സ്നേഹം വന്നാൽ മധുരത്തേന് വിനാഴി തൂകും അന്തിച്ചാറ്, കോപം കൊണ്ടാൽ അകമേ നൊന്താൽ വേറാരുണ്ട് ഇനി വില്ലന്മാര്. പ്രപ്പോസ് ചെയ്യാറുണ്ടോ? സത്യം പറയണം, ആരെങ്കിലും ഫോണിൽ കൂടി ഇതുവരെ ചാറ്റിൽ പോലും ആരും പറഞ്ഞിട്ടില്ല. എടാ നിന്റെ കമന്റിൽ എത്ര പേരെ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞേക്കുന്നത്? കമന്റിൽ ഒരുപാട് പേരാണ് ഇഷാമെ ഞാൻ കാത്തിരിക്കുന്നു, ഇഷാമെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട് എന്നിട്ട് പറയട്ടെ, എന്നെ ആരും പ്രപ്പോസ് ചെയ്യില്ലെന്ന്. സത്യം പറ, ഉണ്ടോ? മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്. ഇനി ചിലപ്പോ കുറച്ചാൾ കഴിയുമ്പോൾ ഇഷാമിനൊക്കെ കിട്ടണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇഷാമെ നാട്ടിലെത്തിയോ ഇന്ത്യയിലെത്തിയോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അതിലേക്ക് മാറി മാറി കൂടെയരി പൊരിവയിലുണ്ട് മഴ ഉണ്ട് 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 ഉണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇഷ്ടമാണ്, കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന കലാകാരന്മാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ 16 വയസ്സ് കഴിയുന്നതിനുള്ളിൽ 500ഓളം സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുക, വിദേശത്ത് പരിപാടികൾ ചെയ്യുക. വെറും ഒരു മാസം കൊണ്ട് 200ഓളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് 60,000-ലേക്ക് എത്തിക്കുക. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ് ഹിഷാം അങ്ങാടിപുരത്തിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം. ഹിഷാമേ, എന്താണ് വിശേഷമൊക്കെ? ഹിഷാമിനെ കാണാനില്ലേ എന്തോ ഒരു ആൾക്കാരാണെന്നറിയോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഞാൻ ഇഷാമിനെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഏത് ഇഷാം? അപ്പം 2 ഇഷാം ഉണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ മലപ്പുറത്തുള്ള അറിയാം നമ്മുടെ കണ്ണട വെച്ച് പാട്ട് പാടുന്ന ഇഷാം. ഓക്കെ ഞങ്ങളുടെ എല്ലാവരും അന്വേഷണം പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവരുടെ എല്ലാ അന്വേഷണം അറിയിക്കുകയാണ്. ഞാനിപ്പോൾ നമ്മൾ വലിച്ചു കിട്ടി കഥകളൊന്നും പറയുന്നില്ല, കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇഷാമിൻ്റെ പാട്ട് കേൾക്കാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഞാൻ ഇഷാമിൻ്റെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ എനിക്ക് അഴകിയലയില് ഭയങ്കര ഇഷ്ടമായി. അത് കേട്ടിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സിരികിണ വിരിതൾ കൊന്തല ഇங்கே സൂര്യൻ നിലവ ആണതുங்கே എൻ
പോണത് ഉങ്ക് മന്മദനെ ഉണ്ടത് ഇങ്കേ കണ്ണത് തൊട്ട കുങ്കുമം പൊട്ടും വെക്കത് തൊട്ട കുങ്കുമം പൊട്ടും പൊന്നകை பார்த்தால் மல்லிகை மொட்டும் பார்த்தால் பரவும் மூச்சுமுட்டும் காலுடியொசிகள் கம்பன கேட்டிது அம்மம்மா பீக்கோசோவின் ஓவியம் என்றும் பீத்தோவானின் சிம்பனி என்று பெண்ணாய் மாறியது அந்த புறத்து மகராணி ஓ ஓ அந்த புறத்து மகராணி. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ എന്താ പറയുക, ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പം ഇന്നലെ ഞാൻ ഒന്നും കൂടി ഇഷാമിൻ്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും ഈ സോങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. എനിക്ക് ഇന്നലെ തന്നെ ഒരു 9 പ്രാവശ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് ആ എനർജിയാണ് സാറേ ഇവൻ്റെ മെയിൻ. അപ്പോൾ എന്തായാലും ഇഷാമൻ, നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ് ഇഷാം ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ഇതാണ് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി തന്നത് ആരാണ്? ആദ്യം ഇങ്ങനെ മദർസിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പാടിയിരുന്നു. പിന്നെ മാപ്പിളപ്പാട്ടൊക്കെ ഉമ്മ പഠിപ്പിച്ചു തന്നിരുന്നു ആദ്യം പാട്ടൊക്കെ. പിന്നെ ഇങ്ങനെ ചില യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊക്കെ അവസരം കിട്ടി. ശരി. പിന്നെ മൻസൂർ ഖാനെ പരിചയപ്പെട്ട്. മൻസൂർ ഖാൻ എന്റെ ഗുരുവാണ്. പിന്നെ അവിടുന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാട്ട് പാടി അങ്ങനെ സ്റ്റേജും പ്രോഗ്രാമും അങ്ങനെയൊക്കെ ചെയ്ത്. ഓക്കെ. മൻസൂർക്കാരുടെ അടുത്ത് എത്തിയതിനു ശേഷമാണ് ഗൾഫ് പ്രോഗ്രാം ഇതൊക്കെ ചെയ്തത്. ഏതൊക്കെ രാജ്യത്ത് പോയി? ഞാൻ 2 വട്ടം ദുബായ് പോയി, അതുപോലെ തന്നെ 1 വട്ടം സൗദി പോയി. ദുബായിലും സൗദിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ അവരെ ഞെട്ടിച്ച പാട്ട് ഏതായിരുന്നു? അവരെ ഞെട്ടിച്ച പാട്ട് പറഞ്ഞാല് എല്ലാ പാട്ടും ഞെട്ടിച്ച്. എന്നാലും ഇഷാം പാടുമ്പോ ഇഷാമിന് ഒരു എനർജി കിട്ടിയ, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിയ ഒരു പാട്ട് ഏതായിരുന്നു? കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂ എന്ന് പറഞ്ഞൊരു. നമുക്ക് എന്തായാലും പാടാം, ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് കേട്ടെ. ഓക്കെ. കാണനകത്തൊരു കാറ്റ് വന്ന് കഥ മൂളണ പോലൊരു ചേലാണേ, പാടാനിശലത് പൂതികൊണ്ട് ഗസലായത് പോലൊരു ഹാലാണേ, ഉപ്പാൻ്റെ ഒപ്പം അന്ന് കണ്ട് നിക്കാഹിൻ്റെ അന്ന് നിന്നെ കുഞ്ചിമറിന്നെ രാവിൽ മുഞ്ചിത് കന്നെ എട്ടണ മീൻ്റെ ചുറ്റണ പോലൊരു പുഞ്ചിരി തന്നേ, അത്ര കുപ്പിയിൽ ഇത്തിരി വെച്ചൊരു തട്ടണം ഇത്തിയിലിട്ട് പൊതിഞ്ഞൊരു തട്ടാണ് മുത്താണ് അരികില്ലെന്നൊരു കഥ, മിസിരിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത്, മിന്നിത്തിളങ്ങി വിളങ്ങും സീന തൊളിരാജാത്തി, കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. ഓ അടിപൊളി, സൂപ്പറായിരുന്നു. അപ്പൊ എന്തായാലും ഇഷാമിന്റെ എനർജി വേറെ ലെവലാട്ടോ. ഇഷാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷാമിന്റെ ചിരി അടിപൊളിയാണ്, എനർജി അടിപൊളിയാണ്, ആരാധകരൊക്കെ ഒരുപാടില്ലേ, ഒത്തിരി ആരാധകരൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ 1 മാസം കൊണ്ടല്ലേ ഒരു 200 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ നേരെ 60,000 എത്തിയിരിക്കുകയാണ്. ഈ 1 മാസം കൊണ്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാസങ്ങൾ കൊണ്ട് മാറ്റം പറഞ്ഞാൽ ഇപ്പൊ ഈ വട്ടപ്പം എന്നുള്ള സോങ് ഞാന് മൻസൂർക്ക നിർബന്ധിച്ചിട്ട് ഇട്ട പാട്ടാണ്. മൻസൂർക്ക് അറിയാം, പൾസ് അറിയാം ഓഡിയൻസിന്റെ, ഇത് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ വൈറലാക്കുമെന്ന് അറിയാം. അങ്ങനെയാണ് അഴകേലയിലൊക്കെ അത് പാടി അങ്ങനെ ഇതാവോന്ന് ഞാൻ മൻസൂർ ഖാനോട് ചോദിച്ചിരുന്നു. പക്ഷെ മൻസൂർ ഖാറിന് അതിട്ടാല് അത് എല്ലാവർക്കും അങ്ങനെ ആരും ചെയ്യാത്തൊരു പാട്ടാണല്ലോ, അപ്പോ അത് എന്തായാലും ആ ഒരു നമ്പർ 1ലേക്ക് എത്താൻ കഴിയുന്ന ഒരു പാട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്ത പാട്ടാണ് ഈ വട്ടപ്പം, അതുപോലെ തന്നെ അഴകേലയില, ഇങ്ങനത്തെ പാട്ടൊക്കെ. അതൊക്കെ നല്ലൊരു റേഞ്ചിൽ. കാത്തിരുന്നവർ കാലംബമാകും, കാൽവരിയിലെ കണ്ണീർ മായ്ക്കും, കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ, പകലിരപുഴമെഴുതിരിയുടെ തിരയലകളിൽ ഒഴുകണ ഊരാകെ, പല വഴികളിൽ ഇടവകകളിലൂടെ ചിരി അത് പകരണു ഒന്നാകെ, പുതുക്കനവിതിലൊളിച്ച് തരണ ചെറുപടയുടെ വരവിതിരാവാണേ നേരാണേ, വട്ടേപ്പം വെന്തെങ്കി താട്ടെ ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ, വട്ടേപ്പം വെന്തെങ്കി താട്ടെ ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ. ഇതൊക്കെ വൈറലായില്ലെങ്കിൽ അതിശയുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ഫോണും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ടായിരുന്നല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ
വീട്ടിൽ നിന്നൊക്കെ നല്ല എന്താണ് ഇഷാം ചെയ്യാൻ പോണെന്ന് വീട്ടിലെല്ലാവർക്കും മനസ്സിലായിരുന്നു. എന്താണ് പിന്നെ കുറച്ച് നാളായിട്ടും ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, എന്തോ ഒരു പരിപാടിയുണ്ട്, ഇങ്ങനെയായിരുന്നോ എല്ലാവരും വിചാരിച്ചിരുന്നത്? ഈ ഐഡിയ എന്താന്ന് പറഞ്ഞിരുന്നു? ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഓൺ വോയിസിൽ കുറച്ച് പാട്ടുകൾ പാടാൻ പോണ്, ഇത് വീട്ടിൽ പറഞ്ഞായിരുന്നു? അപ്പൊ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എന്തായിരുന്നു? വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഉമ്മാക്കൊക്കെ പാട്ട് ഇഷ്ടമാണ്, ഉപ്പാക്കും എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഞാനൊന്ന് ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ വെച്ച് ഫോണൊക്കെ ഒരു നല്ല അടിപൊളി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടേ പാടുള്ളൂ അല്ലേ? വേറെ ലെവലാണ്. ഇപ്പൊ ഗ്ലാസ് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് വെച്ചേ, അത് വെച്ചിട്ട് ഒരു അടിപൊളി പാട്ടൊന്ന് പാടിക്കേ. എന്റെ മോനെ വേറെ ലെവലാണ്ടോ. ഓക്കെ, ഇനി ഒരു പാട്ട് കൂടെ പാടി. ഇത് അയ്യങ്കളുടെ നാട, അയ്യപ്പന്റെ നാട, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാട, നങ്ങലിട നാട, കൊച്ചുണ്ണിട നാട, പറങ്കിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചോരമണ്ണടാ. ലെറ്റ്സ് ഗോ. അപ്സൈഡ് ഓൺ ഒരു ദുനിയ, അത് മുങ്ങി നടക്കണ പഹയാ, ഇത് കടൽ കടന്നൊരു വിളിയ, എട മലയാളീസ് ഫ്രം ഇന്ത്യ. ദുബായ്, ജപ്പാൻ, കൊറിയ, USA, UK, മലേഷ്യ, എന്തിന് ചന്ദ്രനിൽ പോലും ഉണ്ടടാ, എട മലയാളീസ് ഫ്രം ഇന്ത്യ. വാ, പൊളി പൊളി പൊളി, എന്തായാലും കലക്കിയിട്ടുണ്ട്. ബാബുജി എന്താ ചെയ്യുന്നേ? വാപ്പച്ചി എന്താ പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ നിൽക്കുകയാണ്. ഈ ദുബായ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇത് ഫസ്റ്റ് വീട്ടിൽ പറഞ്ഞപ്പോ എന്തായിരുന്നു എല്ലാവരും പ്രതികരണം? എല്ലാവർക്കും സന്തോഷമായി, അങ്ങനെ എല്ലാവരും ഹാപ്പി ആയി. നമുക്ക് ഇപ്പോ ചെറുപ്പത്തിലൊരു ആഗ്രഹം ഉണ്ടാവും, ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ദർസിലൊക്കെ പഠിക്കുമ്പോഴാണ് പാട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ നമ്മളുടെ ഒരു കല നമ്മൾ അതെവിടെയെങ്കിലും അവതരിപ്പിക്കുമ്പോൾ ആൾക്കാരുടെ കയ്യടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ വരും. ഈ കുറച്ച് ഒരു 16 വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ സഫലമായിട്ടുണ്ടോ? നമ്മൾ വിചാരിച്ചിടത്ത് എത്തിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാട്ട് പാടി തുടങ്ങുന്ന കാലത്ത് തന്നെ കുറച്ച് ആൾക്കാർ അറിയണം, അതുപോലെ തന്നെ പാട്ടൊക്കെ എല്ലാവരും ഒന്ന് കേൾക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു ആളാണ്. അപ്പോൾ ഈ ഒരു മാസം ആയിട്ട് തുടങ്ങിയപ്പോൾ 60,000 ഫോളോവേഴ്സ്, അതുപോലെ തന്നെ പാട്ടുകളൊക്കെ 1 മില്യണിലേക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ശരിക്കും ഇപ്പൊ നമ്മള് മലപ്പുറത്ത് മാത്രമല്ല, ഇപ്പൊ വിദേശത്തും എല്ലായിടത്തൊക്കെ പോയി ഇപ്പൊ പല പല ജില്ലകളിലേക്ക് യാത്രയൊക്കെ പോകുന്നുണ്ട്. ആളുകളൊക്കെ കാണുമ്പോൾ ഇഷാം അല്ലേ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ടോ? അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇതിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറഞ്ഞേ, ആരാധകരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയേക്കുന്ന മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറഞ്ഞേ. അതെന്താന്ന് വെച്ചാല് നമ്മള് മലപ്പുറം ഭാഗത്ത് മാപ്പിളപ്പാട്ട്, ഞാൻ മാപ്പിളപ്പാട്ട് കൂടുതൽ പാടുന്ന ഒരാളായിരുന്നു അന്ന്. അപ്പൊ മലപ്പുറം മാത്രം പ്രോഗ്രാം ചെയ്ത് അങ്ങനെയുള്ള കാലത്ത് തന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു ജില്ലയ്ക്ക് പോകുമ്പോ അവിടെ ഇപ്പൊ ഒരു ചായ അടിച്ചാൽ കയറുകയാണെങ്കിൽ ആ കടയിൽ താഴെ എന്താ ഇഷാമല്ലേ പാട്ട് പാടുന്നേ, അതൊക്കെ ചോദിക്കുമ്പോ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. ഓക്കെ, ഇപ്പോ വാപ്പച്ചിക്കും ഉമ്മച്ചിയൊക്കെ പുറത്തു പോകുമ്പോ ഇപ്പൊ നാട്ടുകാരൊക്കെ അവരോട് അഭിപ്രായങ്ങൾ പറയണ്ടാവൂലേ? ആ അഭിപ്രായമൊക്കെ വന്നിട്ട് പറയാറുണ്ടോ? എന്നെ കുറിച്ച് പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കണം ഇപ്പൊ. ഓക്കെ, മാപ്പിളപ്പാട്ടുകളാണ് കൂടുതൽ പാടിയിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു നല്ലൊരു അടിപൊളി മാപ്പിളപ്പാട്ടൊന്ന് പാടി. നീല നദീ തീരത്തെ സൗന്ദര്യം കാണാനായി വന്നവളാണോ, സ്വർണ്ണ കന്യകയാണോ? നീല നദീ തീരത്തെ സൗന്ദര്യം കാണാനായി വന്നവളാണോ, സ്വർണ്ണ കന്യകയാണോ? അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരുന്നേ, മലർക്കൊടിയേ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട്, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട്. അടിപൊളി. ഈ നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു മിമിക്രിക്കാരനാണെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെന്ന് 4 ആൾ കൂടുമ്പോ എടാ ഒരു മിമിക്രി കാണിച്ചെന്ന് പറയും. ഇതേപോലെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പാട്ട് പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അത് എങ്ങനെ വെച്ചാൽ ഒരു സ്ഥലത്ത് പോകുമ്പോ അറിയണ ആൾക്കാരാണെങ്കിലും ഒരു പാട്ട് പാടി തരുമോ, അല്ലെ ഇപ്പൊ ഫോണൊക്കെ വിളിക്കുമ്പോ എന്താ ഇഷാമല്ലേ സൗണ്ട് ഒരുപാട് ഇഷ്ടമാണ്, ഒരു പാട്ട് പാടി തരുമോ, ഫോണിൽ വിളിക്കുമ്പോ തന്നെ
ഈ പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് കോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഒരുപാട് സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നോണ്ടിരിക്കുന്നുണ്ടോ? ഇഷാബ്, അതേപോലെ തന്നെ നമുക്കിപ്പോ ഇപ്പൊ ഈ ഒരു മാസം കൊണ്ട് ഇപ്പൊ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും നാള് നമ്മൾ സഞ്ചരിച്ച പോലെയല്ല ഇപ്പൊ ഉള്ള ദിവസങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആരാധകർ കൂടി, പല പല പരിപാടികളായി, ഇവന്റ്സുകളായി. എന്തൊക്കെയാണ് ഇപ്പൊ പുതിയ പുതിയ പരിപാടികൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത്? ഇപ്പോ എന്റെ ഓരോ ആഗ്രഹങ്ങളായിരുന്നു, ഇനാഗുറേഷൻ ചെയ്യണം, ചെയ്തോ? അതൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ, പുതിയ പുതിയ പ്രോഗ്രാമുകളും ഇനോഗ്രേഷൻസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് കേരളത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ ഇപ്പൊ ദുബായിലേക്കും എൻക്വയറീസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അതിപ്പോ ഓല ഇവിടുന്ന് ഇങ്ങോട്ട് വിളിക്കലാണ്. ഖത്തറിന്ന് ഇപ്പോ വിളിച്ചിരുന്നു, ഒരു പരസ്യം അതൊന്ന് ചെയ്തു തരുമോന്ന് ചോദിച്ചിട്ട്. അതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. പരസ്യവും സിനിമയും എല്ലാം വരട്ടെ. ഇപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇപ്പൊ നമ്മൾ എവിടെ എത്താത്തൊരു കാലം ഉണ്ടാവും. ആഗ്രഹങ്ങൾ മാത്രം കയ്യിലുള്ള ഒരു കാലം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന കുറെ കൂട്ടുകാരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിശേഷങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോ ഇപ്പൊ പഠിച്ച് വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നതോറും ചിലപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് മാറി മാറി പോയിട്ടുണ്ടാവും. അങ്ങനെ മിസ് ചെയ്യുന്ന 2 സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞേ. ആരും മിസ് ചെയ്തില്ലേ? കൂടെ പഠിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ തുറന്നു പറഞ്ഞേക്കുന്ന 2 കൂട്ടുകാരാരാ? 2 പേരുടെ പേര് പറഞ്ഞാൽ ബാക്കി എല്ലാവരും എന്നെ അവിടെ ചെല്ലുമ്പോ പഞ്ഞിക്ക് ഇടും അല്ലെ? ആഗ്രഹം പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? വേണ്ട, അന്ന് വേണ്ട. ശ്യാമ എടുത്തിട്ട് നടക്കുക. ഞാൻ ഇപ്പൊ 2 പേരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മലപ്പുറത്തേക്ക് തിരിച്ചു ചെല്ലും? കുഴപ്പമില്ല, കൂട്ടുകാരും ചങ്ങായിമാരൊക്കെ കൂടെ ഉണ്ട്. എല്ലാവരും കട്ട സപ്പോർട്ടാണ്. അവരെല്ലാവരും ഏതൊക്കെ തരത്തിലെ സപ്പോർട്ട് ചെയ്യണേ? അവര് പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. അപ്പോ അവര് ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും ഇപ്പോ ഞാൻ കാണാറുണ്ട്, ഗ്രൂപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ. അപ്പൊ അതിലൊക്കെ കൊടുത്തിട്ടിട്ട് എല്ലാരും ഒന്ന് ഷെയർ ചെയ്യും, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറയണേ ഫ്രണ്ട്സ് ഒക്കെ നല്ല രീതിയിലും നമ്മളെ കുറെ സപ്പോർട്ട് എല്ലാം നല്ല രീതിയിലാണ്. പക്ഷെ കളിയാക്കി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, നല്ല രീതിയിൽ സപ്പോർട്ട്. അങ്ങനെ കളിയാക്കി സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരന്മാരുണ്ടോ? ട്രോളിനൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞ ട്രോളിനെ? ട്രോളിന് പറഞ്ഞാല് വലിയ സെലിബ്രിറ്റി ആണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോ ശരിയായില്ലേ? ശരിക്കും സെലിബ്രിറ്റി ആണല്ലോ, സെലിബ്രിറ്റി ഉണ്ട് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയും. എന്താ എല്ലാവരോടും നമ്മൾ ചിരിച്ചോണ്ട് തന്നെ നിൽക്കുക. ഈ ചിരി ഇഷ്ടപ്പെട്ട എത്ര തുറന്നു പറഞ്ഞേക്കുന്ന എത്ര ആൾക്കാർ? ഒരുപാട് ആരാധികമാരുണ്ടോ? എന്ത് പറഞ്ഞാലും ഇഷാമ അപ്പൊ ക്യാമറയിലേക്ക് വെക്കും. ഇത് ഞാൻ പറഞ്ഞിട്ട് എങ്ങനെ വീട്ടിൽ ചെല്ലും? ഇതൊക്കെ ആലോചിക്കുന്നത്. സത്യം പറ, ധൈര്യമായിട്ടോ? ആരും കേൾക്കില്ല, നമ്മൾ മാത്രം കേൾക്കുള്ളൂ. ആരാധികമാരുണ്ടോ? പ്രപ്പോസ് ചെയ്യാറുണ്ടോ? സത്യം പറയണം. ആരെങ്കിലും ഫോണിൽ കൂടി ഇതുവരെ ചാറ്റിൽ പോലും ആരും പറഞ്ഞിട്ടില്ല. എടാ നിന്റെ കമന്റിൽ എത്ര പേരെ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞേക്കുന്നത്? കമന്റിൽ ഒരുപാട് പേരാണ് ഇഷാമെ ഞാൻ കാത്തിരിക്കുന്നു, ഇഷാമെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്, എന്നിട്ട് പറയട്ടെ എന്നെ ആരും പ്രപ്പോസ് ചെയ്യില്ലെന്ന്. സത്യം പറ, ഉണ്ടോ? ഇടയ്ക്കൊക്കെ ഓരോരുത്തരൊക്കെ. കുഴപ്പമില്ല, എല്ലാവരോടും എന്താ പറയാ, ആകെ ഒരു ഇഷാമുണ്ട്, കുറെ ആരാധകരുണ്ട്. എല്ലാവർക്കും നമ്മുടെ ചിരി മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, അതിനൊന്നും സമയമായിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇഷാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് മൂവിയിൽ പാടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. മൂവിയിൽ പാടണം എന്നാണ് ആഗ്രഹം. മൂവിയിൽ പാടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയിട്ടുണ്ടോ നമ്മളിപ്പോ? ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ബന്ധപ്പെട്ടാരും സംസാരിച്ചിട്ടില്ല. എന്തായാലും അതിലേക്കുള്ള ഒരു യാത്രയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ എത്തും. പിന്നെ ഏതൊരു വേദിയിൽ പറയുകയുണ്ടായി ഡബ്സിയുടെയും വേടന്റെ ഒക്കെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യണമെന്ന്. ഇവരാരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അവരെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ചാറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഡബ്സിയും വേടനും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഈ പ്രൊഫൈൽ എത്തിയിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും പറയാണ്, വളരെ കഴിവുള്ള നല്ലൊരു കലാകാരൻ, നല്ല ഒരു എന്താ പറയുക, ഒരു വിനയസുന്ദരനായ ഒരു കലാകാരൻ. അപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നിങ്ങളുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്ന് അത് സാധിച്ചു കൊടുക്കുക കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നമുക്ക് എപ്പോഴെങ്കിലും കുറേ ഗ്യാപ്പ് ഇട്ട് നിന്നിരുന്ന കുറേ സുഹൃത്തുക്കളും കസിൻസും എല്ലാവരൊക്കെ ഉണ്ടായിരിക്കും. ആരും പേരെടുത്തൊന്നും പറയണ്ട. നമ്മളൊരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇപ്പൊ എൻ്റെ അടുത്ത് എത്തിയില്ലോ ഇതൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഉണ്ടാവലുണ്ട്. ഓക്കെ, നമ്മളൊരു നല്ല നിലയിലെത്തിയപ്പോൾ എല്ലാവരും ഇപ്പൊ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ എവിടെ എത്തുന്നില്ല എന്നൊരു തോന്നലോ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിഷമമൊക്കെ ആരോടെ തുറന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ മൻസൂർ ഖാനോട് പറയും. മൻസൂർ ഖാനല്ലോ പാട്ട് എല്ലാവരും. മൻസൂർക്ക് അപ്പം ധൈര്യം തരും. മൻസൂർക്ക് എന്താ പറഞ്ഞേ? അതൊക്കെ ശരിയാവും, നമുക്ക് നോക്കാം, ഒന്ന് ആക്റ്റീവായിട്ട് പാട്ടൊക്കെ ഒന്ന് ഇട്, എൻ്റെ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ പറഞ്ഞ്
ഫുള്ള് സപ്പോർട്ടായിട്ട് ഫുൾ എനർജി വരും. ഇപ്പം ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ദുബായ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വാപ്പിജിക്കൊക്കെ ഒരു ആദ്യം ടെൻഷൻ ഉണ്ടാവും. എടാ ദുബായിലേക്കൊക്കെ ഞാൻ എങ്ങനെ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ടൈം ഉണ്ടാവും. ഇപ്പം അതൊക്കെ ഈസിയായി. ഇപ്പം മൻസൂർക്ക് എല്ലാവരും കൂടി കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ യാത്രകളും ഇതെല്ലാം തുടങ്ങി. അപ്പം അത് ഏറ്റവും വലിയൊരു കാര്യം. ആ ഫോണൊന്ന് കാണിച്ചേ, ഏത് ഫോണിലാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്? കുറേ പേര് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പം കാണിച്ചുതരാം. ഏതാണ് ഈ ഫോൺ? ഏതാണ്? ഐഫോൺ ആണോ? ഇതിലാണ് ഈ അഭ്യാസം മുഴുവൻ നടക്കുന്നത്. ഇതാരാ മേടിച്ചേ? ഇത് ഞാൻ ദുബായ് പ്രോഗ്രാം ചെയ്തപ്പോ അവിടുത്തെ പൈസ കൊണ്ട് കുറച്ച് ഇങ്ങനെ ഒരു കുട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ കൊടുത്ത് മേടിച്ച ഫോണാണ്. ഓക്കെ, ഇതിൽ നിന്നാണ് തുടക്കം അല്ലേ? നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഉമ്മിച്ചിയുടെ വാപ്പിച്ചിയുടെ ഒക്കെ ഫോണിലായിരുന്നല്ലേ ട്രയൽ ചെയ്ത് നോക്കിയതൊക്കെ. എന്നിട്ട് അവസാനം ഇപ്പോൾ സ്വന്തം ഫോൺ മേടിച്ചു, ദുബായിലൊക്കെ യാത്രകളൊക്കെ ചെയ്തു, നമ്മൾ വിചാരിച്ച കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ലോകം ഇഷാം എന്തായാലും കീഴടക്കും. ഇനി ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ ഇഷാമിന് ഇനിയിപ്പോൾ ഒരു മാസം കൊണ്ടാണ് ഈ ഒറ്റയടിക്കാണ് 200 ഫോളോവേഴ്സിൽ നിന്ന് 60,000-ലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇഷാമിനൊക്കെ കിട്ടണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇഷാമെ നാട്ടിലെത്തിയോ ഇന്ത്യയിലെത്തിയോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അതിലേക്ക് എത്തും. എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ കേട്ടോ. വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഇനിയിപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇഷാമിൻ്റെ നമ്മളിപ്പോൾ ഏതെങ്കിലും നടനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗായകനെ കാണുമ്പോഴോ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഇവരെ പോലെയൊക്കെ ഒന്ന് ആവുക എന്നൊക്കെ ചിന്തിക്കും. ഒരുപാട് ആഗ്രഹമുള്ള ഇഷാമിനെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരുപാട് സ്ട്രഗിൾ നേരിടുന്ന അല്ലെങ്കിൽ കുറേ കുട്ടികളുണ്ടാവും. അവർക്കൊരു മോട്ടിവേഷൻ എന്താണ് പറയാനുള്ളത്? ഇഷാമിൻ്റെ വളർച്ചയെക്കുറിച്ച് അതെങ്ങനെയാണ്, എന്താണ് അവർ ചെയ്യേണ്ടത്? എന്താന്ന് വെച്ചാല് മോട്ടിവേഷൻ കൊടുക്കാൻ ഞാൻ മോട്ടിവേഷൻ കൊടുക്കാനുള്ള ഒരാളൊന്നും ആയിട്ടില്ല. എന്നാലും എടാ നീ തന്നെ എന്താ പറയുക മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ട ഒരു പാഠമാണ്. അപ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞു, എന്താണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയായ? നമ്മളൊരു ആത്മാർത്ഥമായി ജോലി ചെയ്യുമ്പോഴാണല്ലോ. അതെങ്ങനെയാണോ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളപ്പോൾ ആ ഒരു വിഷമം എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെ എത്തണില്ല, ആർക്കും ഞാൻ അറിയണില്ല, ആരും എൻ്റെ പാട്ട് കാണാനില്ല, അങ്ങനെയൊക്കെ ഓരോ വിഷമം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാനും. അപ്പോൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഓരോ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മള് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയിൽ നിന്നൊന്ന് സ്കിപ്പ് ആയേക്കണ്. ഓക്കെ, അന്ന് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് പാടി. ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, ഇത് ദിക്കട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്നാള് വാഴ്ത്ത്, സ്നേഹം വന്നാൽ മധുരത്തേന് വിനാഴി തൂകും അന്തിച്ചാറ്, കോപം കൊണ്ടാൽ അകമേ നൊന്താൽ വേറാരുണ്ട് ഇനി വില്ലന്മാര്, ആകാർമാദം ആർപ്പും മർമാദം ആർപ്പും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. അടിപൊളി. ഈ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഒന്നും കമന്റ് ചെയ്യണ്ടല്ലോ. ഞാൻ അഖിൽമാരൊക്കെ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അഖിൽമാരാർ ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇവരാരെങ്കിലും നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ കൂടിയുള്ള അംഗമാണ്, നേരിട്ടൊക്കെ എത്താൻ പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. എന്തായാലും ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, താത്ത, അനിയൻ. അവരൊക്കെ എന്താ ചെയ്യുന്നത്? താത്ത അനിയനൊക്കെ +2 പഠിക്കും. താത്ത അവരുടെ പേരൊക്കെ ഒന്ന് പറയൂ. അവരുടെ പേരൊക്കെ പറഞ്ഞു. ഫാത്തിമ ഇബ എന്നാണ് താത്തയുടെ പേര്. അനിയന് മുഹമ്മദ് ഹിജാസ്, 3ാം ക്ലാസ്സിലാണ്. ഉമ്മയുടെ പേരെന്താ? ഉമ്മയുടെ പേര് ജംഷീല. വാപ്പിച്ചിയുടെ പേരെന്താ? അബ്ദുൽ അസീസ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പെട്ടെന്നൊരു ഭാഗ്യം കിട്ടും. ചിലർക്ക് ലോട്ടറി അടിക്കും, ചിലർക്ക് അങ്ങനെ ഓരോ ഭാഗ്യങ്ങളുണ്ട്. എന്തായാലും ഹിഷാമിൻ്റെ വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും കിട്ടിയേക്കുന്ന ഭാഗ്യമാണ് ഹിഷാം. എന്തായാലും അവർക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഹിഷാമിന് പറ്റുന്നുണ്ട്. അവർക്ക് എത്തിച്ചു തരാൻ പറ്റാത്ത പല കാര്യങ്ങളും ഹിഷാം സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നാളൊരു ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് വാപ്പിച്ചി ഉമ്മച്ചിയൊക്കെ പുറത്തു പോകുമ്പോൾ ഹിഷാമിൻ്റെ ഉമ്മയല്ലേ, ഹിഷാമിൻ്റെ വാപ്പയല്ലേ, അല്ലെങ്കിൽ അനിയന്മാരോട് താത്തണ്ടൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഹിഷാമിൻ്റെ കഴിവിൻ്റെ പുറത്താണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും കിട്ടിയ, എന്തായാലും ഫാമിലിക്ക് മാത്രമല്ല ആ നാടിനും കൂട്ടുകാർക്കും എല്ലാവർക്കും കിട്ടിയ ഒരു ഭാഗ്യമാണ് ഹിഷാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തിപ്പെടാവുന്നതിൻ്റെ മാക്സിമം അങ്ങ് എത്തിപ്പിടിക്കുക. ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ.
ഈ 16 വയസ്സിൽ 500ഓളം വേദി പിന്നിടുക, ദുബായ് പ്രോഗ്രാം എല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ എന്തായാലും ഇഷാമ ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം. ഇഷാമ പാടിയ പാട്ടുകളിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാവുന്ന ഒരു പാട്ടൊന്ന് പഠിക്കും. കാക്കക്കുറുക്കന്റെ കല്യാണം കളി മാറി 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 മാറി, കൂടയരി പൊറിവയിലുണ്ട്, മഴ ഉണ്ട് 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 ഉണ്ട്, നടക്കാൻ പോണത് വഴുകിട്ട് തടയണ മോനെ 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 മോനെ, കാണ പോണത് കമ്പക്കെട്ട് ചതറിണ കൂത്ത് 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 കൂത്ത്, എട്ടാം പണി ഊര, കെട്ടാണിനി തീര, ചുറ്റാണിനി ഏതോ ഗുളികന്റെ അപഹാരം പോലെ, തന്തിര 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 തന്തിരവേ, തന്തിര 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 തന്തിരവേ. പാട്ട് കേൾക്കുമ്പോൾ എനിക്കിവിടെ കൈയടിക്കാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഇത് ഷോ ആയിപ്പോയി. എന്തായാലും നേരിട്ട് ഏതെങ്കിലും ഷോയ്ക്ക് ഞാൻ വരുമ്പോൾ ഞാൻ തീർത്തോളാം. അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി പറയാം. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൂടെ നിന്ന് ഒരുപാട് പേര്, ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് എന്താണ്, അവരാരൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. അത് സ്കൂളിലാണെങ്കിൽ മനോട് സാർ എന്നൊരു മാഷുണ്ട്. അപ്പോൾ മനോട് സാറ് എല്ലാ ഗ്രൂപ്പുകൾക്കും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞാണെങ്കിൽ ആ അങ്ങാടിപ്പുറത്തിന്റെ മെയിൻ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിലൊക്കെ മാഷി കൊണ്ടുപോയി പാട്ടിടും. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം ആളാണ് മനോജ് മാഷ് അല്ലേ? സപ്പോർട്ടും കാര്യങ്ങളും. ഓക്കെ, മനോജ് മാഷക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ആരൊക്കെയുള്ളത്? പിന്നെ നാട്ടിലുള്ള ആരാണെങ്കിലും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ എന്തായാലും ഒരു നാടിന്റെ തന്നെ വലിയൊരു സപ്പോർട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും പേരുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇഷാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെയും കൂടെ ഉണ്ടാവും. ഇനി നമ്മൾ കാണുന്നത് ഇഷാമെ, ഇതിനെ കാണാൻ പറ്റരുത് ഞങ്ങൾക്ക്, അത്രയും തിരക്ക് ആളുകളുടെ ഇടയിലായിരിക്കണം, അതിൻ്റെ ഇടയിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്നിട്ടായിരിക്കണം ഞങ്ങൾ ഇനി കാണേണ്ടത്. അതേപോലെ എത്തട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. താങ്ക് യു ഇഷാം.